വെൽക്കം ബാക്ക് ടു ചാനൽ സർവീസ് ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ വെറും 5 സെന്റ് സ്ഥലത്ത് പശുവിനെ വളർത്തി വരുമാനം ഉണ്ടാക്കാമോ എന്നതാണ് നമ്മുടെ ടോപ്പിക്. പലർക്കും തോന്നും പശുവിനെ വളർത്താൻ ഏക്കർ കണക്കിന് സ്ഥലം വേണമെന്ന്. പക്ഷേ സത്യം അതല്ല കേട്ടോ. ശരിയായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ 5 സെന്റ് സ്ഥലത്ത് പോലും നമുക്ക് 2-3 പശുക്കളെ വളർത്തി നല്ല അധികം വരുമാനം കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏത് പശുവിനെ തിരഞ്ഞെടുക്കേണ്ടതെന്നാണ്. നിങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിനും കുറഞ്ഞ ചെലവിലും പശുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ വെച്ചൂര്, കാസർഗോഡ് കുള്ളൻ, അതുപോലെ നമ്മുടെ വടകര പോലെയുള്ള നാടൻ പശുക്കളെ വളർത്തുന്നതാണ് നല്ലത്. ഇവയ്ക്ക് തീറ്റ ചെലവും കുറവാണ്, അതുപോലെ തന്നെ കൂടുതൽ രോഗപ്രതിരോധ ശേഷിയും നന്നായിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇവർ നമുക്ക് 2-3 ലിറ്റർ പാല് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇവരുടെ കയ്യിൽ നിന്ന്, അതായത് നമ്മുടെ നാടൻ പശുക്കളിൽ നിന്ന്. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം വരുമാനമാണെങ്കിൽ കഥ വേറെയാണ്. അപ്പോൾ കൂടുതൽ പാൽ ലഭിക്കുന്ന ഇനങ്ങളെ നോക്കേണ്ടത്. അതായത് ജേഴ്സി ക്രോസ് പശുക്കൾ നല്ല പരിപാലനം നൽകിയ നാടൻ പശുവിനേക്കാൾ കൂടുതൽ പാൽ നൽകും. അതുകൊണ്ട് പാൽ വിറ്റ് വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സാധാരണ ഈ ഇനങ്ങളിലേക്കാണ് പോകാറ്. ഇനി നാടൻ ഇനമാകണം, പക്ഷേ കുറച്ച് പാൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗിർ, സഹിവാല് പോലെയുള്ള ഇന്ത്യൻ ഇനങ്ങളെ കുറിച്ച് പഠിക്കാം. അതിനാൽ 5 സെന്റ് സ്ഥലത്ത് വിജയകരമായിട്ട് പശു വളർത്തണമെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് പശുവിൻ്റെ ഇനം തന്നെയാണ്. കുറഞ്ഞ ചെലവാണോ വേണ്ടത്, കൂടുതൽ പാലാണോ വേണ്ടത്, അതോ വരുമാനമാണോ പ്രധാന ലക്ഷ്യം? ഇതൊക്കെ തീരുമാനിച്ചു വേണം നിങ്ങളൊരു പശുവിനെ വാങ്ങാൻ. അതുപോലെ തന്നെ 5 സെന്റ് സ്ഥലത്ത് പശുവിനെ വളർത്തുമ്പോൾ പശുവിനെ വാങ്ങിയാൽ മാത്രം പോരാ. ആദ്യം നല്ലൊരു ഷെഡ് വേണം. മഴയും വെയിലും നേരിട്ട് ഏൽക്കാതെ വെള്ളം കെട്ടി നിൽക്കാതെ നിർമ്മിക്കണം. അതുപോലെ തന്നെ പശുക്കൾക്ക് എപ്പോഴും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കണം. അതായത് ഒരു പശു ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്ന മൃഗമാണ്. തീറ്റയുടെ കാര്യവും മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. പച്ചപ്പുല്ല്, ഉണക്കപ്പുല്ല്, കാലിത്തീറ്റ എന്നിവ എവിടെ ലഭിക്കുമെന്ന് ആദ്യം കണക്ക് കൂട്ടുക. ഷെഡും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കാരണം പശുവിൽ ലാഭം വരുന്നത് പാൽ വിറ്റതുകൊണ്ട് മാത്രമല്ല, രോഗച്ചെലവ് കുറച്ചുകൊണ്ടും കൂടിയാണ്. അതുപോലെ ചാണകവും ഒരു വരുമാന മാർഗമാണ്. ജൈവവളമായി ഉപയോഗിക്കാനോ വിൽക്കാനോ കഴിയും. അതിനാൽ 5 സെന്റ് സ്ഥലം ചെറുതാണെന്ന് കരുതി ആരും പിന്നോട്ട് പോകേണ്ടതില്ല. ശരിയായ ഇനം തിരഞ്ഞെടുക്കുക, നല്ല ഷെഡ് ഒരുക്കുക, വെള്ളവും തീറ്റയും ഉറപ്പാക്കുക, വൃത്തിയും ആരോഗ്യ പരിപാലനവും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യം ചെയ്താൽ 5 സെന്റ് സ്ഥലം പോലും ഒരു ചെറിയ വരുമാന കേന്ദ്രമാക്കി മാറ്റാൻ കഴിയും. നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഒരു പശുവിൽ നിന്ന് തുടങ്ങൂ. അനുഭവം കിട്ടുമ്പോൾ പതുക്കെ വികസിക്കുക. അതുപോലെ സ്ഥലം വലുതാണോ എന്നതല്ല കാര്യം, ഉള്ള സ്ഥലം എത്ര ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു എന്നതാണ് വിജയത്തിൻ്റെ രഹസ്യം. അപ്പോൾ എന്തായാലും ഒരു പശുവിനെങ്കിലും എല്ലാവരും വളർത്തുക. ഞങ്ങളും തുടക്കം കുറിച്ചിരുന്നത് നാടൻ പശുവിനിൽ നിന്നാണ്. ഞങ്ങൾക്ക് വെച്ചൂര്, വടകര പശു, അതുപോലെ തന്നെ കാസർഗോഡ് കുള്ളൻ, സഹിവാള് എങ്ങനെ പശുക്കളുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞു തുടക്കം അതിനകത്ത് നിന്നായിരുന്നു. നാടൻ പശുക്കളിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറഞ്ഞ സ്ഥലമാണെങ്കിലും ഒന്ന് തുടങ്ങി നോക്കൂ. നന്ദി.